പ്രിയ ദൈവജനമേ, മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ കർത്താവായ യേശു മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അരികിലേക്ക് വിളിക്കുന്നതാണ് നാം ഇവിടെ വായിച്ചു കാണുന്നത്. ഈ വിളി കേവലം ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയുടെ ഭാഗമായി ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ഷണമാണ്. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതായിരുന്നു ഈ വിളിയുടെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവുമായുള്ള ഈ ആഴമായ ആത്മബന്ധമാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ നാം അവിടുത്തോടുകൂടെ ചെലവഴിക്കുന്ന നിമിഷങ്ങൾക്കാണ് പിതാവായ ദൈവം വില കൽപ്പിക്കുന്നത്. വ്യത്യസ്ത സ്വഭാവക്കാരായ 12 പേരെ തിരഞ്ഞെടുക്കുക വഴി വൈവിധ്യങ്ങൾക്കിടയിലെ ഐക്യത്തെയും സഭയുടെ സാർവത്രിക സ്വഭാവത്തെയും കർത്താവായ യേശു ഇവിടെ ഉയർത്തിക്കാട്ടുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും അവിടുന്ന് നമ്മെ തൻ്റെ പക്കലേക്ക് വിളിക്കുന്നു എന്നത് വലിയൊരു കൃപയാണ്. ഈ വിളിക്ക് പ്രത്യുത്തരമേകാൻ ലൗകികമായ തടസ്സങ്ങളെ അതിജീവിച്ച് ആ മലമുകളിലേക്ക്, അതായത് പ്രാർത്ഥനയുടെ ഔന്നത്യത്തിലേക്ക് നാം ഓരോരുത്തരും വളരേണ്ടതുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് യേശു നൽകുന്നത് പ്രസംഗിക്കാനുള്ള അധികാരവും പിശാചുകളെ പുറത്താക്കാനുമുള്ള ശക്തിയുമാണ്. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഈ ആത്മീയ അധികാരം ലോകത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു. സുവിശേഷ പ്രഘോഷണം എന്നത് വാക്കുകളാൽ മാത്രമല്ല, ക്രിസ്തു നൽകുന്ന ശക്തിയാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ അഴിക്കുന്ന പ്രക്രിയ കൂടിയാണ്. സബദീപുത്രന്മാർക്ക് ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്ന പേര് നൽകിയത് അവരുടെ തീക്ഷ്ണതയെയും പരിവർത്തനത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതേ പട്ടികയിൽ യൂദാസ്കറിയാത്തയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് ഗൗരവമായ മുന്നറിയിപ്പ് നൽകുന്നു. വിളിക്കപ്പെട്ടവർ വിശ്വസ്തയോടെ അന്ത്യം വരെ നിലനിൽക്കണമെന്നും അല്ലാത്തപക്ഷം ആ കൃപ നഷ്ടപ്പെടുമെന്നും നാം ഓർക്കണം. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും എത്തിക്കാൻ ഈ ദൈവവിളി നമ്മെ സഹായിക്കട്ടെ. ആത്മീയമായി ഉണർന്നിരിക്കാനും കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.